അങ്ങനെ നമ്മുടെ മൗനരാഗം സീരിയലിൽ ഒരു പുതിയ കഥാപാത്രം കൂടി എത്തിയിരിക്കുകയാണ്. ആ കഥാപാത്രം ആരാണ് എന്നറിയാൻ നിങ്ങൾ എല്ലാവരും എന്താ പറയുന്നത്, ആകാംക്ഷാഭരിതരായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോവാട്ടോ. അങ്ങനെ എന്താ, നമ്മുടെ സരയുവിനെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ് നമ്മുടെ രൂപ നമ്മുടെ സരയുവിന് പാലിൽ ഒരു പൊടിയൊക്കെ കലക്കി കൊടുത്ത് സരയു അറിയാതെ കൊടുത്തിട്ട് ഇങ്ങനെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സരയുവിനെ നോക്കിയിട്ട് നമ്മുടെ രൂപ പറയാണ്, എടി ഉറങ്ങിക്കോടി, നീ ഉറങ്ങിക്കോ, എന്തായാലും ഇനി നീ നേരം വെളുത്തതിന് ശേഷം മാത്രമേ നീ ഉണരത്തുള്ളൂ, അതുവരെ നീ ഉറങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ രൂപ നേരെ താഴേക്ക് പോരുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സേനനും അതുപോലെ തന്നെ നമ്മുടെ താരയും കല്യാണിയും കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ രൂപ അടുത്ത് ചെന്നിട്ട് നമ്മുടെ താരയോട് പറയുകയാണ്, ആ താരേ, നിൻ്റെ മോള് ദേ അകത്ത് കിടന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി നിനക്ക് നിൻ്റെ മോളെ ഇഷ്ടം പോലെ സ്നേഹിക്കാം, ആരും അറിയത്തില്ല, ആരും തടസ്സം നിൽക്കാനും ഇല്ല. ഇനിയിപ്പോൾ സന്തോഷമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും നിൻ്റെ മകൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിനക്ക് അവളെ ഒരിക്കലും സ്നേഹിക്കാനോ ഒന്ന് തലോടാനോ ഒന്നും പറ്റില്ല. എന്നാലിപ്പോൾ നിനക്കുള്ള അവസരം വന്നിരിക്കുകയാണ്. അവൾ നല്ല ഉറക്കത്തിലാണ്. നേരം വെളുക്കുന്നത് വരെ നിനക്ക് നിൻ്റെ മോളെ കാണാം, എന്ത് വേണേലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ രൂപ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ താരയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. താര നന്ദിയൊക്കെ അറിയിക്കുകയാണ് അവരെ. അപ്പോൾ CS പറയുകയാണ്, നന്ദിയൊന്നും പറയണ്ട, പക്ഷേ ഈ ഒരു ആനുകൂല്യം എപ്പോഴും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ നിൻ്റെ മോളെ നീ മതി വരുവോളം സ്നേഹിക്കേ, ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ കല്യാണി പറയുകയാണ്, വാ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കല്യാണി നമ്മുടെ താരയെ നമ്മുടെ സരയു കിടക്കുന്ന റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സരയുവിനെ നോക്കിയിട്ട് നമ്മുടെ കല്യാണി പറയാണ്, കണ്ടില്ലേ ആൻറ്റിയുടെ മോള് കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ, എന്തായാലും ഇവൾ ഇനി നേരം വെളുത്തതിന് ശേഷം മാത്രമേ ഉണരുകയുള്ളൂ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കിവളെ കാണുന്നതേ ഇഷ്ടമല്ല, എനിക്കിവളോട് ഭയങ്കര വെറുപ്പാണ്. പക്ഷേ ആൻറ്റിയുടെ മോളാണല്ലോ എന്നുള്ളൊരു സോഫ്റ്റ് കോർണർ മാത്രമേ എനിക്കിപ്പോൾ അവളോടുള്ളൂ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവളെ വളർത്തിയതും ഇവിടുത്തെ ആൻറ്റി തന്നെയാണ്, അമ്മ തന്നെയാണ്, അതായത് രൂപ തന്നെയാണ് വളർത്തിയത്. അതുപോലെ തന്നെ സോണിയെയും കിരണേട്ടനെയും അമ്മ തന്നെയാണ് വളർത്തിയത്. പക്ഷേ അവർക്കൊക്കെ നല്ല സ്വഭാവത്തിലാണ് അവർ വളർന്നത്. പക്ഷേ ഇവളുടെ രക്തം ഉണ്ടല്ലോ, ആ ബഹാസുരൻ്റേതല്ലേ, അയാളുടെ സകല ദോഷങ്ങളും ഇവളെ വളർത്തു ദോഷത്തിലുണ്ട്. പക്ഷേ അമ്മ അവളെ നന്നായിട്ട് വളർത്തിയെങ്കിൽ പോലും അയാളുടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ ഇവക്ക് ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ, ശാരി ആൻറ്റിയും ഒട്ടും മോശമല്ലല്ലോ, അച്ഛനും അമ്മയും കൂടി അവളെ വളർത്തി നശിപ്പിച്ചു. അവരുടെ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഇവളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു. അതാ ഇവൾ കൂടുതലും ഇങ്ങനെ ആയിപ്പോയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ താര നമ്മുടെ എന്താ ചെയ്യുന്നത്, നമ്മുടെ കല്യാണിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി പറയണത്, വേണ്ട ആൻറ്റി, ഈ മുത്തമൊക്കെ ദേ മകൾക്ക് കൊണ്ട് കൊടുക്കുക, ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു 100,000 മുത്തങ്ങളുണ്ടല്ലോ, അതെല്ലാം നേരം വിളിക്കുന്നത് വരെ ആൻറ്റി ഇരുന്ന് കൊടുക്ക്, ചെല്ല ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ താര നമ്മുടെ സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന സരയുവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. മകളെ ചേർത്ത് മാറോട് ചേർത്ത് വച്ചിട്ട് നമ്മുടെ താര കിടക്കുകയാണ്. എന്നിട്ട് മെല്ലെ അവളുടെ നെറുകയിലും ശരീരഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തലോടുകയാണ്. ഇത് കണ്ട് കുറച്ച് നേരം നമ്മുടെ കല്യാണി അവിടെ നിൽക്കുകയാണ്. കല്യാണിക്ക് കണ്ണ് നിറയുകയാണ് ഇത് കാണുമ്പോൾ, കാരണം കല്യാണി ഒരമ്മയാണല്ലോ. അതിനുശേഷം കല്യാണി അവിടെ നിന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്തിന് നമ്മുടെ CS-ഉം രൂപയും താഴെ ഇരിക്കുകയാണ്. അപ്പോൾ CS രൂപയോട് പറയാണ്, എടോ, നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെട്ട് തമാശയും കാണിച്ച് ചിരിച്ചും കളിച്ചും ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയാൽ മതിയോ? നമുക്കും തുടങ്ങണ്ടേ ഒരു ജീവിതം? വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായെങ്കിലും നമ്മളിതുവരെ ശരിക്കും ജീവിതം തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് CS. അപ്പോൾ നമ്മുടെ രൂപ പറയാണ്, ആ അതിനൊക്കെ സമയമുണ്ടല്ലോ ചന്ദ്രേട്ടാ, ആകെ മനസമാധാനം ഇല്ലല്ലോ, ഇവളുമാരെയൊക്കെ എങ്ങനെയെങ്കിലും ഒരിടത്ത് ഒതുക്കിയാൽ മാത്രമേ മനസമാധാനം കിട്ടുള്ളൂ. അങ്ങനെ മറ്റൊരാളുടെ മനസമാധാനമൊക്കെ, മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന മനസമാധാനമൊക്കെ നമ്മൾ നോക്കിയിരുന്നാലുണ്ടല്ലോ നമ്മുടെ ജീവിതം തുടരാനേ താമസം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ CS-ഉം രൂപയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. കല്യാണി പറയാണ്, നിങ്ങൾക്കൊരു കാഴ്ച കാണണ്ടേ? എന്താ മോളെ, എന്ത് കാഴ്ചയാ?
അമ്മ വന്നേ, അച്ഛനും വന്നേ, ഞാൻ കാണിച്ചു തരാം, നല്ലൊരു കാഴ്ചയുണ്ട്. അതെ, പറഞ്ഞാലേ അതിൻ്റെ ത്രില്ല് അങ്ങ് പോവും, നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് നമ്മുടെ കല്യാണി. അങ്ങനെ CS നമ്മുടെ രൂപയും നമ്മുടെ കല്യാണിക്കൊപ്പം കയറി ചെല്ലുകയാണ്. അങ്ങനെ മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിൽ ചെല്ലുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവർ കാണുന്നത് നമ്മുടെ താര നമ്മുടെ സരയുവിനെ ഇങ്ങനെ ചേർത്ത് വച്ചിട്ട് സരയുവിൻ്റെ വയറിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നതാണ്. കാരണം ഒരു കുഞ്ഞാവ ഉണ്ടല്ലോ വയറ്റിൽ, അങ്ങനെ ഇങ്ങനെ തലോടി കൊടുക്കുന്നതാണ് നമ്മുടെ CS-ഉം അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും നമ്മുടെ രൂപയും കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം അവർ ആ കാഴ്ച നോക്കി നിന്നതിന് ശേഷം അവർ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ CS പറയുകയാണ്, കണ്ടില്ലേ രൂപേ, ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവൾ അറിയുന്നില്ലെങ്കിലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അറിയുന്നുണ്ട്, തൻ്റെ മുത്തശ്ശിയാണ് തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ ഈ മുത്തശ്ശിയുടെ സൽസ്വഭാവങ്ങളൊക്കെ നേരം വെളുക്കുന്നത് വരെ ആ കുഞ്ഞ് കണ്ട് മനസ്സിലാക്കട്ടെ, അങ്ങനെയെങ്കിലും ആ കുഞ്ഞിൽ കുറച്ച് നന്മയുണ്ടാവട്ടെ എന്നൊക്കെ ഇങ്ങനെ CS ഒക്കെ കൂടി ചേർന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു, രാവിലെ നമ്മുടെ സരയു കണ്ണൊക്കെ തിരുമ്മി ഉറക്കം എഴുന്നേൽക്കുകയാണ്. എണീറ്റ് പാടെ അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് നമ്മുടെ സരയു. അതിനുശേഷം സരയു പോയി കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നെറ്റിയിൽ പൊട്ട് വച്ചിരിക്കുകയാണ്, കണ്ണിലൊക്കെ വാലിട്ട് കരിയൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ചിന്തിക്കുന്നത് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് രൂപയാണ് എന്നാണ് നമ്മുടെ സരയു ചിന്തിക്കുന്നത്. അങ്ങനെ സരയു സ്വയം കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുകയാണ്, ആൻറ്റിക്ക് ഇപ്പോഴും എന്നോടുള്ള ആ പഴയ സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ രൂപ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രൂപയെ കാണുമ്പോൾ തന്നെ നമ്മുടെ സരയു ചോദിക്കുകയാണ്, ആൻറ്റിക്ക് ഞാൻ കരുതിയ കണക്കൊന്നുമല്ല, ആൻറ്റിക്ക് ശരിക്കും പണ്ടുള്ള അതേ സ്നേഹം എന്നോട് ഇപ്പോഴും ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം പറയണം, ആൻറ്റി ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് കണ്ണ് വരച്ച് പൊട്ടൊക്കെ വച്ചു അല്ലേ, പണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തതുപോലെ ആൻറ്റി ചെയ്തു അല്ലേ, ആൻറ്റിക്ക് എന്നെ ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെയാണ് കാണുന്നത് എന്നോട് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. 100,000 ചോദ്യങ്ങൾ നമ്മുടെ സരയു ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രൂപ പറയുകയാണ്, അതേ മോളെ ഞാൻ തന്നെയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, രൂപയ്ക്ക് ഭ്രാന്തെടുക്കുകയാണ് സരയുവിൻ്റെ വർത്തമാനം കേട്ടിട്ട്. അങ്ങനെ സരയു നമ്മുടെ രൂപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രൂപയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അത് ശരിക്കും രൂപയ്ക്ക് അരോചകം കണക്ക് തോന്നുകയാണ്. പക്ഷേ രൂപ അതങ്ങനെ പുറമെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ സരയുവിനോട് പറയുകയാണ് നമ്മുടെ രൂപ പറയണ, മോളെ അവൻ വന്നിട്ടുണ്ട്. ആരാ ആൻറ്റി? ആ ചന്ദ്രസേനൻ, അല്ലാണ്ട് ആരാ? അവൻ രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ, അവനിനി 2-3 ദിവസം കഴിഞ്ഞേ ഇവിടെ നിന്ന് പോവുള്ളെന്ന്. ആൻറ്റിയുടെ അടുത്ത് ഞാൻ കുറച്ച് ദിവസം നിൽക്കാമെന്നും പറഞ്ഞ് സന്തോഷിച്ച് വന്നതായിരുന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് പറ്റില്ല, ഞാനങ്ങ് പോയേക്കാം ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രൂപ പറയണ, അതാ നല്ലത് മോളെ, അയാൾക്കൊന്നത് മോളെ കാണുന്നതേ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ സരയു പറയണ, ആൻറ്റി ഇതിപ്പോൾ പറ്റിയ അവസരമായിരുന്നല്ലോ, അവനെ ആൻറ്റിക്ക് കൊല്ലായിരുന്നില്ലേ, അവനെ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും കലക്കി കൊടുത്ത് ആൻറ്റിക്ക് അവനെ അങ്ങ് കൊന്നുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രൂപയ്ക്കാണെങ്കിൽ കലി വരികയാണ് അത് കേട്ടിട്ട്. രൂപ അതൊക്കെ ഇങ്ങനെ കാടിച്ചമർത്തുകയാണ്. അതിനുശേഷം രൂപ പറയണം, എൻ്റെ മോളെ നീ എന്ത് വർത്താനായി പറയുന്നത്? ഇപ്പോൾ ഞാനവനെ കൊന്നാലുണ്ടല്ലോ എല്ലാവരും അത് തിരിച്ചറിയും. പോരെങ്കിൽ അവൻ്റെ മക്കൾക്ക് 2 പേർക്കും അവനെന്ന് വെച്ച ജീവനാണ്. അതുകൊണ്ട് അവരത് കണ്ടെത്തുകയും ചെയ്യും. പിന്നീട് എൻ്റെ ജീവിതം എന്താ ജയിലിലാവും. അത്രയേ ഉള്ളൂ. ആരും അറിയാതെ അവനെ കൊല്ലണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അവൻ കരുതണം എനിക്ക് അവനോട് സ്നേഹമാണെന്ന്. അങ്ങനെ പതിയെ അവനെ സ്നേഹിച്ച് അവനെ വശത്താക്കിയിട്ട് ഒടുവിൽ അവനെ കൊല്ലണം. അപ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സരയു പറയാണ്, ശരിയാണ് ആൻറ്റി പറഞ്ഞത് തന്നെയാണ് വളരെ ശരി, അങ്ങനെ ചെയ്താൽ മതി ആൻറ്റി. അപ്പോൾ ആൻറ്റിയിലേക്ക് ആരും സംശയം കൊണ്ട് എത്തിക്കുകയില്ല എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം നമ്മുടെ സരയു പറയാണ്, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ആൻറ്റി, നിന്ന് കഴിഞ്ഞാലേ അവനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ചോര തിളയ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരയു താഴേക്ക് ഇറങ്ങി വരികയാണ്. രൂപയും ഉണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ സരയുവിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ CS ചോദിക്കണേ, ഇവളിവിടെ ഉണ്ടായിരുന്നോ, ഇവക്കെന്താ ഇവിടെ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രൂപ പറയുകയാണ്, മോൾ ഇന്നലെ വന്നതാണ്, മോളെ എൻ്റെ അടുത്ത് 2 ദിവസം നിൽക്കാമെന്നും പറഞ്ഞ് സന്തോഷമായിട്ട് മോൾ വന്നതായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ CS പറയണം, എന്നിട്ടിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്?
അവൾക്ക് എന്തായാലും അവൾക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, അവളങ്ങ് പോകുന്നെന്നാണ് പറയുന്നത്. ഓ, അതെന്തായാലും നന്നായി. അല്ല, നിൻ്റെ അമ്മ താരയെ നീ ഇപ്പോൾ കാണാറുണ്ടാടി കൊച്ചേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ CS. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സരയുവിൻ്റെ കൺട്രോൾ പോവുകയാണ്. അപ്പോൾ സരയു പറയാണ്, താരയോ? എൻ്റെ അമ്മ താരയെന്നല്ല എൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര്. എൻ്റെ അമ്മയുടെ പേര് ശാരി എന്നാണ്. പിന്നെ താര അവളുടെ മോള് ഞാനാണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ അലയുന്നുണ്ട്. അതെ, അവളുടെ മകളെ ആരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും അവളുടെ മകളാണെങ്കിൽ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ നിങ്ങളായിരിക്കില്ലേ എന്നിങ്ങനെ CS-ൻ്റെ കൂടെ ചോദിക്കണം. നിങ്ങളുടെ മകളായിരിക്കില്ലേ, നിങ്ങളെയും കൂടെ മകളായിരിക്കില്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ പോയി അവൾക്കൊരു കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ പിന്നാലെ അവളോട് അലയരുതെന്ന് പറയണം. അലഞ്ഞാലുണ്ടല്ലോ ഞാൻ അവളുടെ ചെകിടടിച്ച് പൊട്ടിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ CS-ന് ദേഷ്യം വരികയാണ്. അപ്പോൾ CS പറയണം, എടി പൊന്നു മോളെ, അവളുടെ അച്ഛൻ ഞാനൊന്നുമല്ല, അവളുടെ അമ്മ താര തന്നെയാണ്. അവളുടെ അല്ല, നിൻ്റെ അമ്മ താര തന്നെയാണ്. പക്ഷേ നിൻ്റെ അച്ഛൻ ഞാനല്ല, അച്ഛനെ ആ ബഹാസുരൻ തന്നെയാണ് നിൻ്റെ അച്ഛൻ. നീ ശരിക്കും പറഞ്ഞാൽ താരയ്ക്കും ബഹാസുരനും കൂടി ജനിച്ച കുട്ടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ താരയ്ക്ക് ദേഷ്യം വരികയാണ്. താരയ്ക്കല്ല, നമ്മുടെ സരയുവിന് പേര് മൊത്തം പോയി. സരയിന് ദേഷ്യം വരികയാണ്, സോറി കേട്ടോ, സരയിന് ദേഷ്യം വരികയാണ്. അപ്പോൾ സരയു പറയുകയാണ്, ദേ, എന്നോട് ഇങ്ങനെയുള്ള വർത്തമാനം മാത്രം പറയരുത്. ആ സ്ത്രീ ഒരിക്കലും എൻ്റെ അമ്മയല്ല, ഞാൻ ഇട്ടത് അംഗീകരിക്കത്തുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ CS-നോട് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ സരയു ഇറങ്ങി പോവുകയാണ്. സരയു പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രൂപ പറയുകയാണ്, അവൾ കരുതിയിരിക്കുന്നതേ ചന്ദ്രേട്ടാ, എനിക്ക് ചന്ദ്രേട്ടനോടുള്ള സ്നേഹം അഭിനയം എന്നാണ് അവൾ കരുതിയിരിക്കുന്നത്. അവൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ CS പറയാണ്, സത്യം പറഞ്ഞാലുണ്ടല്ലോ രൂപേ, എനിക്കുണ്ടല്ലോ ഇവളുടെ അമ്മയായ താരയെ ഇവൾ സ്നേഹിച്ചിരുന്നെങ്കിലുണ്ടല്ലോ കഴിഞ്ഞതെല്ലാം മറന്നിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അതല്ലല്ലോ സ്ഥിതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രൂപ പറയുകയാണ്, അവൾ ഒരിക്കലും നന്നാവില്ലെന്നേ, അവൾക്ക് പകയാണ് അവളുടെ പെറ്റമ്മയായ താരയോട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സേനൻ പറയുകയാണ്, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, അത് അത്രയ്ക്കല്ലേ വളർത്തു ദോഷം എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ സോണിയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയും ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അവർ രണ്ടുപേരും വഴിപാടുകളൊക്കെ നടത്തിയതിന് ശേഷം തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി രണ്ടുപേരും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ത്രീ ഇടയ്ക്കൊക്കെ അവരുടെ കണ്ണ് കാണിക്കുന്നു, പല്ല് കാണിക്കുന്നു, ചിരി കാണിക്കുന്നു, ശരീരഭാഗങ്ങൾ ഓരോന്നായിട്ട് പാർട്ടായിട്ട് കാണിക്കുന്നു. അതിനുശേഷം അവരിങ്ങനെ മൊബൈൽ ഫോൺ എടുത്തിട്ട് CS-ൻ്റെ ഫോട്ടോ നോക്കുന്നു, കിരണിൻ്റെ ഫോട്ടോ, കല്യാണിയുടെ ഫോട്ടോ, അതുപോലെ പ്രകാശൻ്റെ ഫോട്ടോ, മുത്തശ്ശിയുടെ ഫോട്ടോ, അങ്ങനെ ഓരോരുത്തരുടെ ഫോട്ടോ ഇങ്ങനെ നോക്കുന്നു. അവരെ ഫുള്ളായിട്ട് ഇപ്പോൾ കാണിക്കുകയാണ്. ഒരു സ്ത്രീ, ഒരു ലേഡി, ഒരു ചെറുപ്പക്കാരിയാണ്. അവരിങ്ങനെ നമ്മുടെ സോണിയെയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിയെയും ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടന്നു വരികയാണ്. ക്ഷേത്രത്തിൻ്റെ മണ്ഡപത്തിൽ കൂടെ മണ്ഡപത്തിന് തൊട്ടടുത്തൂടെ നമ്മുടെ കല്യാണിയും സോണിയും നടന്നു വരികയാണ്. ഇവരതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് മനഃപൂർവ്വം നമ്മുടെ കല്യാണിക്കിട്ട് ഒന്ന് തട്ടുകയാണ്. അങ്ങനെ കല്യാണി നന്നായിട്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണിയുടെ കയ്യിലിരുന്ന പൂജാപാത്രം, അതായത് പൂവ് കൊണ്ടുവരുന്ന താമ്പാളം ഉണ്ടല്ലോ, അത് തെറിച്ചങ്ങ് താഴെ പോവുകയാണ്. അതിലിരുന്ന പൂജാപുഷ്പങ്ങൾ മുഴുവനും നിലത്ത് വീഴുകയാണ്. അങ്ങനെ നമ്മുടെ കല്യാണി അത് കുനിഞ്ഞെടുക്കുന്ന സമയത്തിന് അവർ സോറിയൊക്കെ പറഞ്ഞിട്ട് അവരും കൂടി വന്നിരുന്നിട്ട് അത് പൂക്കളൊക്കെ പെറുക്കി ആ താമ്പാളത്തിലിടാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ട് കുറേ സോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കല്യാണി പറയുകയാണ്, സോറി എന്തിനാ പറയുന്നത്, മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ, അതിന് കുഴപ്പമില്ല. എന്നാലും ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന പൂക്കളല്ലായിരുന്നോ, അത് കുഴപ്പമില്ല, ദേവിക്ക് പൂജിച്ചതിന് ശേഷം പ്രസാദമായിട്ട് തന്നതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത് അറിയാതെ പറ്റിപ്പോയതല്ലേ എന്ന് പറയുകയാണ് നമ്മുടെ കല്യാണി. അതിനുശേഷം കല്യാണിയും നമ്മുടെ സോണിയും കൂടി രണ്ടുപേരും കൂടി പോവുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഈ വന്ന് തട്ടിയ പെൺകുട്ടി കുറച്ച് മുന്നോട്ട് നടന്നതിന് ശേഷം അവർ രണ്ടുപേരെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി നിന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു എന്തോ ഒരു നിഗൂഢത ഉള്ള പോലെ കാണിക്കുകയാണ് അവരെ കാണിക്കുമ്പോഴത്തേക്ക്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പാണ് കാണിക്കുന്നത്. നമ്മുടെ ബാലയണ്ണൻ്റെ വർക്ക്ഷോപ്പാണ് നമ്മുടെ
എന്താ നമ്മുടെ പ്രകാശൻ്റെ ബാലണ്ണനുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ്റെ വർക്ക്ഷോപ്പാണ്. പുള്ളിക്കാരൻ ഒരു വണ്ടിയുടെ അടിയിലൊക്കെ ചെന്നിരുന്ന് പണിയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പെൺകുട്ടി മറ്റൊരു ഡ്രസ്സിൽ അവിടേക്ക് വരികയാണ്. പുള്ളിക്കാരത്തി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ബാലണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഞാൻ ഇന്നാളൊരു ദിവസം ഇവിടെ നിങ്ങളോട് നല്ലൊരു ഡ്രൈവറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രൈവറിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ബാലണ്ണൻ പറയുകയാണ്, അത് എനിക്കറിയാം, ഞാനതിന് പറ്റിയ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ പെൺകുട്ടി ചോദിക്കുകയാണ്, ആഹാ, ആള് നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാവുന്ന ആൾ തന്നെയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാലണ്ണൻ പറയാണ്, പിന്നല്ലാതെ നല്ല ഡ്രൈവറാണ്, അവൻ്റെ പേര് പ്രകാശൻ എന്നാണ്, നല്ല ഡ്രൈവറാണ്. പക്ഷേ പുള്ളിക്കാരനുണ്ടല്ലോ വണ്ടിയുടെ മെക്കാനിക്ക് പണിയൊക്കെ അറിയാവുന്നത് കൊണ്ട് പുള്ളിക്കാരനെ ഡ്രൈവറായിട്ട് വച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, കുട്ടിയും കൂട്ടി എവിടെ പോയാലും വണ്ടി അഥവാ പണി വല്ലതും ആയിക്കഴിഞ്ഞാലും അവൻ പണിയൊക്കെ ക്ലിയറാക്കി കുട്ടിയെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചോളും. അതുകൊണ്ട് വണ്ടിയിൽ അവനൊപ്പം യാത്ര ചെയ്യുന്നവരാരും വഴിയിൽ കിടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അവരുടെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അവർ പറയുകയാണ്, അത് അങ്ങനെ ഒരാളെയാണ് എനിക്ക് ആവശ്യം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബാലണ്ണൻ പറയുകയാണ്, പക്ഷേ ഒരു കാര്യമാണ് കുഴപ്പമായിട്ടുള്ളത്, അവൻ്റെ ഹാർട്ട് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല, അവന് 1-2 അറ്റാക്കൊക്കെ വന്ന ആളാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അറ്റാക്കോ? അത് ഇന്നത്തെ കാലത്ത് ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ, അതിപ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യമല്ലേ, ഒന്ന് നന്നായിട്ട് റെസ്റ്റ് എടുത്താൽ തീരത്തൊക്കെ കാര്യമുള്ളൂ ഇപ്പോഴത്തെ ഈ അറ്റാക്കൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ പറയുകയാണ്, ഇപ്പോൾ രോഗം ആരുടെയും ഒരു കുറ്റമല്ലല്ലോ, അത് വരും പോവും, അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അസുഖം വല്ലതും വന്നാലുണ്ടല്ലോ, ഞാൻ സേഫായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലണ്ണൻ പറയാണ്, അവനങ്ങനെ ആർക്കും ദ്രോഹമൊന്നും ചെയ്യുന്ന തരത്തിലുള്ള പാർട്ടിയൊന്നുമല്ല, ആളൊരു പാവമാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ബാലൻ്റെ മനസ്സിൽ പറയാണ്, ഈശ്വര, ഈ പെൺകുട്ടിക്ക് ഇവനൊരു ഏണി ആവാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നോ, ആ കുട്ടി അവർക്കുള്ള ഒരു കാർഡ് എടുത്തിട്ട് ബാഗിൽ നിന്ന് എടുത്തിട്ട് ഈ ബാലണ്ണന് കൊടുക്കുകയാണ്. അതിനുശേഷം അവർ പറയാണ്, ഇതെൻ്റെ ഫോൺ നമ്പറാണ്, ഈ നമ്പറുമായിട്ട് അയാളോടൊന്ന് ബന്ധപ്പെടാൻ പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബാലണ്ണൻ പറയാണ്, ഞാനിപ്പോൾ തന്നെ പ്രകാശനെ വിളിച്ച് പറയാം എന്നിങ്ങനെ പറയുകയാണ്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ തന്നെ വിളിച്ച് പറയാം എന്നിങ്ങനെ ബാലണ്ണൻ പറയുകയാണ്. അതിനുശേഷം ആ പെൺകുട്ടി പോകുന്നതായിട്ട് കാണിക്കുകയാണ്. ആ പെൺകുട്ടി പോവുകയാണ്, ചെന്നിട്ട് കാറിൽ കയറിയിട്ട് ഇങ്ങനെ ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് കണ്ണിലോട്ട് ഇടിച്ച് കയറ്റുകയാണ്. അതിനുശേഷം പുള്ളിക്കാരത്തി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് പറയുകയാണ്, എൻ്റെ ലക്ഷ്യത്തിലുള്ള 2 ഇരകളെ ഞാൻ കണ്ടുമുട്ടി, ഇനി ബാക്കിയുള്ളവരെ കൂടി എനിക്ക് സ്കെച്ച് ചെയ്ത് പിടിക്കണം എന്നിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ കാണിച്ചിട്ട് എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ ഇനി ആ പെൺകുട്ടി ആരാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, എന്ത് ലക്ഷ്യത്തോടു കൂടിയാണ് അവൾ വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തെ എപ്പിസോഡ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നാളത്തെ എപ്പിസോഡ് കൊണ്ട് അത് വ്യക്തമായിട്ട് പറയാൻ കഴിയുമെന്നറിയില്ല, ഇല്ലെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡ് കൊണ്ട് ചിലപ്പം അറിയാൻ സാധിച്ചേക്കും. എന്ത് തന്നെയാണെങ്കിലും ഇന്നത്തെ മൗനരാഗം സീരിയലിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. നല്ലൊരു എപ്പിസോഡായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ എന്താണ്, ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും റിവ്യൂ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റൊക്കെ വരുന്നതാണ് നമുക്കൊരു ഊർജ്ജം എന്ന് പറയുന്നത്, നമ്മുടെ സന്തോഷമാണ്, ഊർജ്ജമാണ്, നമുക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനമൊക്കെയാണ് ഈ കമൻറ്റ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചങ്ങാതിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നത്തേക്ക് മാറ്റി വെക്കരുതേ. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും ബ്രഹ്മോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ പറന്നെത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.